ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ക്ലബിൻ്റെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാഗ്നം സ്പോർട്സും അതുപോലെ തന്നെ പുതിയ ഇൻവെസ്റ്റേഴ്സും തമ്മിൽ അഗ്രിമെൻറ്റിൽ എത്തി എന്നുള്ള നിർണായകമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. സില്ലീസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് മാഗ്നം സ്പോർട്സ് ഔട്ടായി കഴിഞ്ഞു എന്നാണ് സില്ലീസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഹൈദരാബാദിൽ വെച്ചുകൊണ്ട് ഒരു അഗ്രിമെന്റിൽ എത്താൻ ഇപ്പോൾ മാഗ്നം സ്പോർട്സിനും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഉടമസ്ഥർക്കും സാധിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പേയ്മെന്റ് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടാകും എന്നാണ് സില്ലീസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് വിദേശത്തുള്ള ഒരു മലയാളി സംരംഭകനായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഉടമസ്ഥൻ എന്നാണ്. അതായിരുന്നു ഏറ്റവും ഒടുവിൽ വന്ന ഒരു അപ്ഡേറ്റ്. ഏതായാലും അക്കാര്യത്തിലൊക്കെ ഒഫീഷ്യൽ പ്രഖ്യാപനം വരേണ്ടതുണ്ട്. ആരാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കുന്നത് എന്നതിൽ കൃത്യമായ ഒരു വിവരം ഇപ്പോഴും ലഭിച്ചിട്ടില്ല. പക്ഷേ മാഗ്നം സ്പോർട്സ് പുറത്തായി കഴിഞ്ഞു. പുതിയ ഇൻവെസ്റ്റേഴ്സ് വരികയാണ്. അഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞു. പേയ്മെന്റ് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടാകും എന്നാണ് സില്ലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ മറ്റൊരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി ഈ വർഷവും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാകും. ഈ വർഷത്തെ അഥവാ ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യുക അത് അഭിക് തന്നെയായിരിക്കും. ഇത്തവണത്തെ കാര്യങ്ങൾ നോക്കി നടത്തുക അഭിക് തന്നെയായിരിക്കും എന്നാണ് സില്ലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വളരെ സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും ആരാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഇൻവെസ്റ്റേഴ്സ് എന്ന കാര്യത്തിൽ ഇനി വ്യക്തതകൾ വരേണ്ടതുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.